ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സഹകരണം തമിഴ്നാട്ടിൽ അത്യാധുനിക റഡാർ നിർമ്മാണ കേന്ദ്രം ഒരുങ്ങുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് പുത്തൻ കരുത്തേകി തമിഴ്നാട്ടിൽ പുതിയ സംയുക്ത സംരംഭം ആരംഭിക്കുന്നു. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള DCEX സിസ്റ്റം കൈകോർക്കുന്ന ഈ പ്ലാന്റ് തമിഴ്നാട്ടിലെ ഷൂളഗിരി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് വരുന്നത്. LTX സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംയുക്ത സംരംഭം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ഭൂപടത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറും. 2027 ഏപ്രിലോടെ ഈ ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കർക്കശമായ അന്താരാഷ്ട്ര ഗുണനിലവാര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നൂതനമായ റഡാറുകളുടെ നിർമ്മാണം, സംയോജനം, കൃത്യമായ പരിശോധനകൾ എന്നിവയ്ക്കുള്ള ആഗോള നിലവാരത്തിലുള്ള കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നതായിരിക്കും. വ്യോമയാന മേഖലയിൽ കരസേനയ്ക്കും ആവശ്യമായ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങും. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയുമായി പതിറ്റാണ്ടുകളുമായി പുലർത്തുന്ന തന്ത്രപ്രധാനമായ ബന്ധത്തിന്റെ തുടർച്ചയാണിത്. പ്രാദേശിക വ്യവസായങ്ങളുമായി സഹകരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ എന്നിവയുടെ ഇന്ത്യൻ കമ്പനിയായ DCEX സിസ്റ്റം ലോകാന്തര നിലവാരത്തിലുള്ള നിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളിയാൻ സാധിക്കുന്നതായിരിക്കും. ഷൂളഗിരിയിലെ പ്ലാന്റ് സായുധ സേനയുടെ ദീർഘകാല പദ്ധതികളെ വലിയ രീതിയിൽ സഹായിക്കും. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, നിരീക്ഷണ റഡാറുകൾ, സിഗ്നൽ ഇന്റലിജൻസ് എന്നിവയിൽ മുൻപന്തിയിലുള്ള ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യ തമിഴ്നാട്ടിലെ മണ്ണിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ അത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ ഇറക്കുമതി ചെലവ് കുറയ്ക്കുവാനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതായിരിക്കും. ICAS ബോസ് ലെവി വ്യക്തമാക്കിയതനുസരിച്ച് IAI ഇന്ത്യയിൽ നടത്തുന്ന വിപുലീകരണ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് ആശയത്തിന് കീഴിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളിലെ ആഗോള ഹബ്ബായി ഇന്ത്യ മാറുന്നതിന്റെ സൂചന കൂടിയാണിത്. ഭാവിയിൽ ഇവിടെ നിന്നുള്ള റഡാർ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാനുള്ള സാധ്യതയും വിദഗ്ധർ കാണുന്നു. ഈ പുതിയ സംരംഭത്തിലൂടെ തമിഴ്നാട്ടിലെ പ്രതിരോധ വ്യവസായ ഇടനാഴി കൂടുതൽ സജീവമാകും. വിതരണ ശൃംഖലയുടെ വികസനം മുതൽ നൂറുകണക്കിന് എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. ഇന്ത്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾക്കൊപ്പം സാമ്പത്തിക വളർച്ചയ്ക്കും ഈ സംയുക്ത സംരംഭം വലിയ മുതൽക്കൂട്ടാകും. വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇപ്പോൾ തന്നെ RGBC ന്യൂസ് ഫോളോ ചെയ്യുക. താങ്ക് യു.